ഹായ് ഫ്രണ്ട്സ്, ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചായാലും ന്യൂ ഇയർ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഏപ്രിൽ 1. 4 ക്വാർട്ടറുകളുടെ ആ ഒരു സൈക്കിൾ കഴിഞ്ഞ് വീണ്ടും ഫസ്റ്റ് ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഏപ്രിൽ 1. ഇപ്പോൾ 2023-24 ഫൈനാൻഷ്യൽ ഇയറിൽ ടാക്സ് കാൽക്കുലേഷനും അതൊക്കെ മാർച്ച് 31 അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ 24-25 കാൽക്കുലേഷൻ ഇനി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല റിട്ടേൺ ലഭിച്ച വർഷമായിരുന്നു. ആരുടെയും പോർട്ട്ഫോളിയോ റെഡിലാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 30% നിഫ്റ്റിയിൽ മാത്രം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം മിഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൽ അതിലും വലിയ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നിഫ്റ്റി 50യിൽ ആ ഒരു ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 12 മാസങ്ങളിൽ 9 മാസങ്ങൾ അല്ലെങ്കിൽ 10 മാസങ്ങളോളം അത് ഗ്രീനിൽ തന്നെയായിരുന്നു. മാർച്ച് 7 അത് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയുണ്ടായി. 22,525 എന്നുള്ള പോയിന്റിൽ നിഫ്റ്റി കഴിഞ്ഞ വർഷം എത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വമ്പിച്ച റാലി ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ FY25 ഇതേപോലുള്ള പ്രകടനങ്ങൾ ആവർത്തിക്കുമോ എന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. ഒന്ന്, ഈ മാസം നടക്കുന്ന ലോക്സഭാ ഇലക്ഷനാണ്. 2, US സെനറ്റിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ്. അപ്പോൾ ഈ 2 ഇവൻറ്റുകളും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ പോകുന്ന 2 സംഭവങ്ങളായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം നമ്മൾ വാച്ച് ലിസ്റ്റിൽ കുറച്ച് സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു അവസരം വന്നു കിട്ടുമ്പോൾ എൻട്രി എടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള 6 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യത്തെ സ്റ്റോക്ക് CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ആണ്. CG പവർ എന്നുള്ള കമ്പനി മുരുകപ്പ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു പ്രസ്റ്റീജിയസ് കമ്പനിയാണ്. സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ ഗുജറാത്തിലെ പുതിയ പ്ലാന്റ് സ്ഥാപിച്ചത് മുതൽ അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നത് മുതൽ ഈ സ്റ്റോക്കിൽ വമ്പിച്ച റാലിയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ 78,000 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണിത്. ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റുള്ള കമ്പനിയാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 516 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൈ 587 വരെ പോയിരുന്നു. ഇതിൻ്റെ ROC 61.6 ROE 66 അതുപോലെ സെയിൽസ് ഗ്രോത്ത് 18%, പ്രോഫിറ്റ് ഗ്രോത്ത് 38%. ഇപ്പോൾ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആണെന്ന് പറയാം. അതുപോലെ യാതൊരുവിധ സ്റ്റോക്കും പ്ലഡ്ജ് ചെയ്തിട്ടില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണെങ്കിൽ 58% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 16%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 9%. ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് വെറും 7% കറക്ഷൻ മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ വളരെ ഹൈ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഹൈലി എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ ഈ സ്റ്റോക്ക്. കാരണം ഇൻഡസ്ട്രി PE 38 അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 91 നിൽക്കുകയാണ്. അതുപോലെ PEG റേഷ്യോ നോക്കുകയാണെങ്കിൽ 3.23 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 35 എന്നുള്ള ഹൈ വാല്യൂ ആണ്. അതുപോലെ ആവറേജ് മീഡിയൻ PE 66. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5 ഇയർ മീഡിയൻ PEയോട് എത്തുമ്പോൾ മാത്രമേ എൻട്രി എടുക്കാനുള്ളൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളിത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു കറക്ഷൻ വരുമ്പോൾ ഒരു ഡിപ്പിൽ വാങ്ങിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ആണ്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റും അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റംസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. നമുക്കറിയാം, ഇന്ത്യ അതിൻ്റെ ഡിഫൻസ് സെക്ടർ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എക്സ്പോർട്ടിലാണ് ഇന്ത്യ. ഡിഫൻസ് സെക്ടറിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഗ്രോത്ത് പോയിൻ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടാണ്. അല്ലാണ്ട് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി മാത്രമല്ല ഇപ്പോൾ ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സെക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയുള്ള ഒരു പ്രധാന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഭാരത് ഇലക്ട്രോണിക്സ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,53,103 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണിത്.
കറണ്ട് പ്രൈസ് 209 അതിൻ്റെ ഹൈ 217 വരെ പോയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഒരു ഓൾ ടൈം ഹൈക്ക് അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE 42.9, ഇൻഡസ്ട്രി PE 61.5. അപ്പോൾ ഇൻഡസ്ട്രി PE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു അണ്ടർ വാല്യൂഡ് ആണ് ഈ സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന് ഡിവിഡൻഡ് ഈൽഡ് 0.86 ആണ്. അതൊരു നല്ലൊരു ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് ഒരു PSU കമ്പനിയുള്ള എന്ന നിലയിൽ നല്ല ഡിവിഡൻഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ROC 29.9, ROE 22.8 ആണ്. വളരെ സ്ട്രോങ് ആണ്. അതുപോലെ സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 3.34 ഒരു സെയിൽസ് ഗ്രോത്ത് മാത്രമേ കാണുന്നുള്ളെങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് 29.5 എന്നുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇതൊരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സ് 51% ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 17%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 23% ഹോൾഡിംഗ് ഉള്ള വളരെ ശക്തമായൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാണുന്ന ഒരു കമ്പനിയാണിത്. അതുകൊണ്ട് ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പിലും വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇതൊരു നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സ് ഒരു ലീഡിംഗ് ഗ്ലോബൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് ആണ്. ഈ അടുത്ത കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പാസഞ്ചർ വെഹിക്കിളും അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾസും ഇവർ ഡീമേർജ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നല്ലൊരു വാല്യൂ അൺലോക്കിംഗ് ഈ സ്റ്റോക്കിൽ സംഭവിക്കും. ഇപ്പോൾ ഇലക്ട്രിക് കാർ സെഗ്മെൻറ്റിൽ മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ആ ലീഡിംഗ് പൊസിഷൻ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അവരുടെ ഗ്രോത്ത് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ സ്റ്റോക്ക് ഒരു ടേൺ അറൗണ്ട് സ്റ്റോക്കാണ്. നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 3,63,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു വലിയ കമ്പനിയാണ്. കറണ്ട് പ്രൈസ് ഏകദേശം 1000 ആ ഒരു റേഞ്ചിൽ 994 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് വലിയ തോതിലൊന്നും സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടില്ല. ഒരു 6% കറക്ഷൻ മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 18 മാത്രമാണ്. ഇൻഡസ്ട്രി PE 33 ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി PEക്കാളും കുറവായതുകൊണ്ട് ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ROCE ROEയും ഒരു ആവറേജ് ആണ്, 5 ഉള്ളൂ എങ്കിലും ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 33% വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 496 എന്നുള്ള ഒരു അമേസിങ് ഫിഗറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്പനിക്ക് സ്വാഭാവികമായിട്ട് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ് എന്നുള്ള നിലയിൽ നല്ലൊരു ഡെപ്റ്റ് കമ്പനിക്കുണ്ട്. 2.38 ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അത് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് ഡെപ്റ്റ് സീറോ കമ്പനിയായിട്ട് ഇത് മാറ്റുമെന്നാണ് അതിൻ്റെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഈ കമ്പനിക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 46% ഇതിൽ കാണാൻ കഴിയുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 18% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 17% ഹോൾഡിങ്ങിൽ ഈ സ്റ്റോക്കിലുണ്ട്. അതുപോലെ ക്വാർട്ടർലി ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 25% നമുക്ക് കാണാൻ കഴിയും. ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത് 140% കാണാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്ക് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ നിന്നാണ്. ആ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ ഫൈനാൻസ് സപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ അവിടെ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി ആയിട്ടുള്ള ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ആൻഡ് ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് അടുത്ത സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 38,341 കോടിയാണ്. അടുത്തിടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണിത്. കറണ്ട് പ്രൈസ് 143 ആണ്. ഇതിൻ്റെ ഹൈ 215 വരെ പോയിരുന്നു. അവിടെ നിന്ന് 33% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു അട്രാക്ഷൻ. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 44 ആണ് കാണുന്നത്. എന്നാൽ ഇൻഡസ്ട്രി PE 16 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEക്കാളും ഹൈ തന്നെയാണ് ഇപ്പോഴും സ്റ്റോക്കുള്ളത്. എന്നാൽ മീഡിയൻ PE 35 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ആ ഒരു PE റേഷ്യോയിൽ 30-35 ആ ഒരു റേഞ്ച് PE റേഷ്യോയിൽ ലഭിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 36% കാണിക്കുന്ന ഈ സ്റ്റോക്ക്. അതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 75%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1% മാത്രമുള്ള ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 4%-ൻ്റെ ഹോൾഡിങ്ങും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്തിൽ 44% വർധനവും പ്രോഫിറ്റ് ഗ്രോത്തിൽ 67% വർധനവും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഭാവിയിലും നല്ലൊരു മുന്നേറ്റം, പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ വൻതോതിലുള്ള ഫൈനാൻഷ്യൽ സപ്ലൈ ആവശ്യമാണ്. അതിന് സഹായമാകുന്ന രീതിയിലുള്ള
ഒരു പ്ലേസിംഗ് ആണ് ഈ ഇറേഡ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിലുള്ളത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആ ഒരു കറക്റ്റ് പി ഇ റേഷ്യോയിൽ ലഭിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നമുക്ക് കൃത്യമായിട്ടും എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്ക് JTL ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇതൊരു സ്റ്റീൽ ട്യൂബ്സും പൈപ്സും ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇവരുടെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, സോളാർ പവർ, ഹെവി വെഹിക്കിൾസ്, എനർജി എഞ്ചിൻ, ആ ഒരു മേഖലയിലൊക്കെ ഈ ട്യൂബ്സ്, പൈപ്സ് ആൻഡ് അങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ, സ്റ്റീൽ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ ക്ലയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ടാറ്റ പവർ, അതുപോലെ ഹർഗർ ജൽ, IGL, അശോക് ലൈലൻഡ്, SR, മഹാനഗർ ഗ്യാസ്, HPCL, സുസ്ലോൺ, സീമെൻസ്, ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട പല കമ്പനികളും ഇവർ ക്ലയൻസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 3446 കോടിയിൽ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കറണ്ട് പ്രൈസ് 201 അല്ലെങ്കിൽ ആ ഒരു 200 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 27% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ഓപ്പറേറ്റർ ഗെയിം ആരോപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കറക്ഷനാണത്. പക്ഷെ ആ ഒരു ആരോപണത്തിൽ ഈ കമ്പനിക്ക് പങ്കുണ്ടായിരുന്നു. കമ്പനി മാനേജ്മെൻറ്റിനോ കമ്പനി പ്രൊമോട്ടേഴ്സിനോ അതിൽ പങ്കുണ്ടായിരുന്നില്ല. കമ്പനിക്ക് പുറത്തുള്ള ചില ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റോക്കിൽ കറക്ഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കറക്ഷൻ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കറക്ഷനിൽ അത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE 28.7 ഇൻഡസ്ട്രി PE 22.5 അതുപോലെ PEG റേഷ്യോ 0.46 ആണ്. അത് വളരെ കുറവാണ്. 5 year PE 25. അപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ROC 34, ROE 30 ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ROE ROC ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 36%, പ്രോഫിറ്റ് ഗ്രോത്ത് 64% കാണാൻ കഴിയുന്നുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.12 ആണ്. ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡെപ്റ്റാണ്. അതുപോലെ പ്ലഡ്ജഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊന്നും ഈ കമ്പനിയിലില്ല. അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 56%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 4% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ പ്രവേശിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, 1% മുകളിലായിട്ടില്ല. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 65% കാണാൻ കഴിയും. ക്വാർട്ടർലി പ്രോഫിറ്റ് അതിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് 47%ആണെന്നും കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് അത് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മേഖല കൂടാതെ ഹൈവേ പ്രൊജക്റ്റുകളിലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലൊക്കെ ഇടപെടുന്ന ഒരു PSU കമ്പനിയാണ്. അപ്പോൾ റെയിൽവേ ഒരു പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന സാമ്പത്തിക വർഷം ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റെയിൽവേ ആയിരിക്കും ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ്റെ, പ്രത്യേകിച്ച് സർഫസ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷകമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ ഒരു മേഖലയിൽ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഏത് ഗവൺമെൻറ് വന്നാലും ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇർക്കോൺ ഇൻ്റർനാഷണൽ പറഞ്ഞ ഈ കമ്പനി 21,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. 227 ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. ഇതിൻ്റെ ഹൈ 251 വരെ പോയിരുന്നു. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ വളരെ, അതായത് റെയിൽവേ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളിലും ഉണ്ടായിട്ടുള്ള വൻതോതിലുള്ള കുതിപ്പിൽ ഈ സ്റ്റോക്ക് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ PE റേഷ്യോ ഒരു വലിയ തോതിൽ അങ്ങനെ ഹൈ ആയിട്ട് ഒരു എക്സ്പെൻസീവ് ലെവലിൽ പോയിട്ടില്ല. ഇപ്പോഴും 22.8 എന്നുള്ളൊരു PE റേഷ്യോയിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ നല്ലൊരു ഡിവിഡൻറ്റ് ഈൽഡ് ഉണ്ട്. 1.31% ഡിവിഡൻറ്റ് ഈൽഡ് നൽകുന്ന ഒരു PSU സ്റ്റോക്കാണ്. അതുപോലെ ROC ROEയും 15% മുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ കമ്പനി ഇപ്പോൾ 19% അതിൻ്റെ ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെയിൽസ് ഗ്രോത്ത് 29%, പ്രോഫിറ്റ് ഗ്രോത്ത് 25% കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർലി സെയിൽസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 22%, ഇയർ ഓൺ ഇയർ ക്വാർട്ടർലി പ്രോഫിറ്റ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 28%. അതുപോലെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് തികച്ചും, അതുപോലെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർലി സെയിൽസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 22%, ഇയർ ഓൺ ഇയർ ക്വാർട്ടർലി പ്രോഫിറ്റ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 28%. അപ്പോൾ നല്ലൊരു ഗ്രോത്ത് സാധ്യതയുള്ള ഒരു റെയിൽവേ സ്റ്റോക്കായിട്ടാണ് ഇർക്കോൺ ഇൻ്റർനാഷണൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കുക. ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഈ സ്റ്റോക്കുകളിൽ തീർച്ചയായും എൻ്റർ ചെയ്യാവുന്നതാണ്. But take your own decision, it's your own money, so do further study, and thank you for watching. See you next time with another video.